രുചി റെസ്റ്റോറന്റ്, ലെറ്റ് ദ ഫുഡ് സ്പീക്ക്, വളപ്പിൽ കോംപ്ലക്സ്, കോഴിക്കോട് റോഡ്, മാവൂർ. ഖഡോഡി ഗോൾഡൻ ഡയമണ്ട്സ്, മാവൂർ, പൂവാട്ടുപറമ്പ്. ഞാൻ അസംബ്ലിയിൽ ചോദിച്ചത് നമ്മുടെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ള ഇന്റർനാഷണൽ സ്റ്റേഡിയം സ്പോർട്സ് മന്ത്രിയോട് ഞാൻ ചോദിച്ചു, അത് മാവൂരിൽ അനുവദിക്കുമോ എന്നൊരു ചോദ്യമുണ്ടായിരുന്നു. ആ ചോദ്യത്തിന് മുഖ്യമന്ത്രിയുമായി ആലോചിച്ച കാര്യം തീരുമാനിക്കാം എന്നാ പറഞ്ഞു. പ്രദേശത്തിന് നിരവധി വികസന സാധ്യതയുമുള്ള ഒരു പദ്ധതിയാണ് മാവൂർ ഫേമസ് ക്ലബ്ബ് ഇവിടെ സമർപ്പിക്കുന്നത്. പദ്ധതിയുടെ പേര് ഇന്റർനാഷണൽ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്റർ എന്നുള്ളതാണ്. ഈ ഒരു പദ്ധതി പല പ്രമുഖമായ സംസ്ഥാനങ്ങളിൽ ബാംഗ്ലൂരിലുണ്ട്, ചെന്നൈ ഉണ്ട്. കേരളത്തിൽ ആകെ ഉള്ളത് അങ്കമാലിയിൽ മാത്രമാണ്. അങ്കമാലിയിൽ ഹഡലക്സ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ ഉണ്ട്. ഇത്രയും കാലം ഒരു ന്യൂനതയും ഇല്ലാതെ മെച്ചപ്പെട്ടുകൊണ്ട് ഓരോ പടിയായിട്ട് മുന്നോട്ട് കയറിക്കൊണ്ട് നമുക്ക് പോകാൻ സാധിക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ വീണ്ടും ഈ ക്ലബിന് സാധിക്കട്ടെ. കൂടെ ഗ്രാമപഞ്ചായത്തും ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാവുമെന്ന് ഈ അവസരത്തിൽ മാവൂർ ഫേമസ് ക്ലബിന്റെ തയ്യിൽ മൻസൂർ അലി സാംസ്കാരിക കേന്ദ്രം MA റസാഖ് മാസ്റ്റർ MLA ഉദ്ഘാടനം ചെയ്തു. മാവൂർ ബഡ്സ് സ്കൂളിന് സമീപമാണ് സാംസ്കാരിക കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ക്ലബിന്റെ 35ാം വാർഷികാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുനീർ ടീച്ചർ നിർവഹിച്ചു. ചടങ്ങിൽ ദേശീയ ഡഫ് ക്രിക്കറ്റ് താരം P. ഹിജാസിനെ ആദരിച്ചു. പരിപാടിയിൽ ക്ലബ്ബ് ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പിലെ കുട്ടികൾക്കുള്ള ജേഴ്സി വിതരണം നടത്തി. സ്വാഗത സംഘം ചെയർമാൻ CK അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NP അഹമ്മദ്, ഗ്രാമപഞ്ചായത്ത് അംഗം K. ഉസ്മാൻ, P. സുനിൽകുമാർ, MP മുഹമ്മദ് അലി, K. സജി, P. അബ്ദുറഹീം എന്നിവർ ആശംസകൾ നേർന്നു. ആദിൽ CK സ്വാഗതവും MP അയാഷ് അബ്ദുള്ള നന്ദിയും പറഞ്ഞു. വാർത്തകൾ ലഭിക്കാൻ സ്പോർട് മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സാപ്പിൽ ലഭിക്കാൻ സ്പോർട് മീഡിയ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക.